ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കാര്യം വലിയ ക്ലച്ചൊന്നും പിടിച്ചിട്ടില്ല എങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പഞ്ചിന് തുടങ്ങണ്ടേ എന്നോർത്താണ് കുറച്ച് ഇംഗ്ലീഷ് തട്ടിവിട്ടത്. കാര്യം കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്നുണ്ട്. എല്ലാവരും മാക്സിമം സീറോയിൽ നിന്നാണ് തുടങ്ങാറ്. അത് കഴിഞ്ഞിട്ടാണ് മില്യൺ വ്യൂവേഴ്സിലേക്കൊക്കെ കയറുന്നതും സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ ആണെന്ന് എനിക്കറിയാം. എങ്കിൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്കൊരു എനർജി ആലോ വീഡിയോസ് കുറേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് റീൽസും വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ. അത് എന്താ ഇക്ക വേണം കൂടെ. ഇക്ക ഈവനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇക്ക ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് നമ്മളപ്പോൾ ഈവനിങ് ഇറങ്ങിയതാണ്. ഒരു 5:30 ഒക്കെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. കുറച്ച് ദിവസമായാലും ഞങ്ങളിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇക്ക ഇന്ന് ഫ്രീ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ ശംഖുമുഖം ബീച്ചിലേക്കാണ് പോകുന്നത്. ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. കാര്യം കുറേ ടൈം നമ്മൾ പോയിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു തന്നേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ടുള്ള പ്ലേസൊക്കെ തന്നെയാണ് എങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഈ ക്ലൈമറ്റും ഈ സീസൺ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാലോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ടൊരു കാഴ്ചയാണിത്. ചെന്നപ്പോൾ പാടെ ഞാൻ നോക്കിയപ്പോൾ കടൽ നല്ല പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, നന്നായിട്ട് പ്രതിഷേധം ശക്തമായിട്ട് കൊണ്ടിരിക്കുകയാണ്. നല്ല തിരയടിച്ചു വരുന്നുണ്ട്. നല്ലൊരു കടൽക്ഷോഭം പോലെ നന്നായിട്ട്, അതും റോഡ് വരെ കയറി വരുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത്. ഞാൻ ഇങ്ങനെ കരയില്ലാണ്ട് കടൽ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ കടൽ അവിടെ കിടന്ന് തിരയടിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കാറല്ലേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കവിഞ്ഞിങ്ങ് പോകുന്ന റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. പിന്നെ നമ്മളെങ്ങനെ കാണാൻ കടലിൽ പോയിട്ടില്ല, എന്നാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെയും കേട്ടിട്ടുമില്ല. അപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന പ്ലേസ് പോലും വളരെ ഡേഞ്ചറസ് ആണെന്ന് എല്ലാവരും പറയുന്നത്. കാരണം നല്ല ശക്തമായിട്ടുള്ള തിര ഇങ്ങനെ അടിച്ചു പോരുന്നത് കൊണ്ട് അതിൻ്റെ അടിയിൽ മണ്ണ് ചോർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ അങ്ങോട്ട് ഇടിയാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതലും ആ പ്ലേസിൽ നിന്ന് മാറുക എന്ന് വന്ന് കുറേ പേര് പറയുന്നുണ്ട്. മേ ബി മോളെയും കൊണ്ട് നിൽക്കുന്നത് കൊണ്ടും കൂടി ആയിരിക്കും. ആ മോളെയും കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളോട് പറയുന്നുണ്ട്, മോളെ നിൽക്കുന്നത് സേഫ് അല്ല, നമ്മൾ മാറിക്കോന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരമൊന്നും നിന്നില്ല, കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് അപ്പം തന്നെ പോന്നു. പിന്നെ നമ്മൾ നേരെ ചെന്ന് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണമല്ലോ. കാര്യം നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്നും വൈകുന്നേരം നീ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ എല്ലാവരും ഓർക്കും. പക്ഷെ അല്ല, എങ്കിലും പോയി നിന്നിട്ടുള്ള സ്ഥലം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണാമല്ലോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ പോയി നോക്കിയപ്പോൾ ഇതേ ദബിഡ് അങ്ങ് തന്നെ തിരുമാലയുടെ ദബിടെ നമ്മൾ നിന്നുകൊണ്ടിരുന്നത് കാണാൻ വേണ്ടി. ഇപ്പോൾ നോക്കുക, അവിടെ നിന്ന് കയറി നമ്മളിത് ഇവിടം വരെ വെള്ളം കയറി വന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ കേട്ടോ. എനിക്കൊക്കെ അത്ഭുതമാണ്. നമുക്ക് കാണുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എല്ലാവർക്കും അതായിരിക്കും കേട്ടോ. മിക്ക ആൾക്കാരും കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. ആ തുഞ്ചത്തൊക്കെ പോയി കുറേ പേര് നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇപ്പം തന്നെ ഇടിയാൻ പാകത്തിനാണ് നിൽക്കണം. അവിടെയൊക്കെ പോയി എന്തെന്നും പറഞ്ഞാണോ മനുഷ്യന്മാർ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മോൾക്കാണെങ്കിലും കുറച്ച് നേരം കളിക്കാൻ വേണ്ടി അവിടെ വിട്ടു. കാര്യം പട്ടിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്, എങ്കിലും ശ്രദ്ധിക്കണം, നമ്മുടെ മുളക്കടിച്ച് നോക്കണമല്ലോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് നേരം, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ കുറച്ച് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്കിപ്പോൾ പോകാൻ അടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എത്താമെന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നത് കാര്യം. പക്ഷേ ഈ സീസൺ എന്ന് പറഞ്ഞാൽ മഴയൊക്കെ ഭയങ്കര ശക്തമായ മഴയും കാറ്റും ഇടിയും ഒക്കെ എപ്പോൾ ഏത് നേരത്തെ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അവർക്കൊക്കെ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് വേണം അവരെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പോകാൻ. അപ്പം ഈ സീസണിലേക്ക് വല്ല ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്തേക്കണം. അവർ ഈ സീസൺ കഴിഞ്ഞിട്ട് അത് മാറ്റി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നത്തേക്ക് മാറ്റുക എന്നാണ് ഞാൻ കൂടുതലും പറയുന്നത്. നമ്മൾ കാണുമല്ലോ, നമ്മൾ ശ്രദ്ധിക്കാനും നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാനും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം നിന്ന് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം മുഖ്യം മിగిല്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും എന്തെങ്കിലും കഴിക്കാണ്ട് തിരിച്ച് കയറുക പതിവ് ആർക്കും കാണില്ല. ഒരു ചായ എങ്കിലും കുടിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് കഴിക്കാൻ കയറി. അത് ചായ കുടിച്ചു, ഒരു മസാല ദോശ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറുന്നത്. 2 വർഷം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെജിറ്റേറിയൻ കടയിലാണ് കയറിയത്. അപ്പോൾ അവിടെ കയറി നമ്മളെ ഷോപ്പിൽ നിന്ന് ഒരു 2 മസാല ദോശ കഴിച്ചു, എൻസും കഴിച്ചു കുറച്ച്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന മാക്സിമം ആൾക്കാരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ടാറ്റാ.